Tiramisu slice, take me home. Tiramisu slice, I'm not alone. Sweet on my lips, sweet on my mind. Tiramisu slice, every time. വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് ഉണ്ട്, തിരാമിസു. ആ തിരാമിസു ഒരു അടിയിൽ ലേഡീസ് ഫിംഗറൊക്കെ വന്നിട്ട് ഒരു ചീസിൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതിനെ ഞാൻ കേക്കിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ബർത്ത്ഡേ കേക്ക് ആയ കാരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ ബട്ടർ കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാധാരണ ഓയിലുള്ള സ്പഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ അത് സാധാ എല്ലാവർക്കും അറിയാമല്ലോ വാനില സ്പഞ്ച് ഉണ്ടാക്കുന്നത്. അറിയാത്തവർ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാനില കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പിയും കിട്ടും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇഷ്ടം പോലെ കേക്കുകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇന്ന് ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. വാ, ഞാൻ 4 മുട്ട വെച്ചിട്ടുള്ള 1 kg റെസിപ്പിയാണ്. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യണേ. 4 മുട്ട ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കണത് വാനില എസൻസ് 1 ടീസ്പൂൺ. 1 ടീസ്പൂണാണ് വാനില എസൻസ് ഒഴിക്കണത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത്, ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. അതായത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഉള്ളൂ. 3/4 കപ്പ് പഞ്ചസാര അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാണ്. ഇനി വേണ്ടത് 1 പിഞ്ചുപ്പ്, ഒരു നുള്ളുപ്പ് എന്ന് പറയില്ലേ, അത്രയും മതി. അപ്പോൾ ആ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ബീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം വലിയ വലിയ ബബിൾസ് വരും. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഈ ബബിൾസൊക്കെ ചെറുതാവും. ചെറിയ ചെറിയ ബബിൾസ് വന്ന് അത് പിന്നെ ക്രീമി ടെക്സ്ചറായിട്ട് മാറും. പിന്നെ ഒരു യെല്ലോ കളറിൽ നിന്ന് ലൈറ്റ് യെല്ലോയിലേക്ക് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇങ്ങനെ വരും. പെയിൽ യെല്ലോ പോലത്തെ കളറിലേക്ക് വരും. അപ്പോഴാണ് അത് നിർത്തേണ്ടത്. ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിലായ കാരണം ഞാനിത് ഓണാക്കാണ്. ഫുൾ സ്പീഡിലാണ് ഞാൻ അടിക്കണേ കേട്ടോ. ഇതിനൊപ്പം നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണ അവനാണിത്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ അവൻ നമുക്ക് ഓണാക്കിയിടാം. ഞാൻ ബേക്ക് ചെയ്യണ ടിന്നാണ് ഇത്. ഞാൻ അടിയിലും സൈഡിലും ബട്ടർ പേപ്പർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ അരിക്കാനായിട്ടുള്ള അരിപ്പയും വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇത് രണ്ടാണ് ഞാൻ ചേർക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം സീവ് ചെയ്യുക. സീവ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം ഇത് റെഡിയായി. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി കാണിക്കാം. ഇപ്പം ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു യെല്ലോ കളറിൽ നിന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ല ബീറ്റായിട്ട് വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതൊരു 1/4 കപ്പിൻ്റെ അടുത്ത് കേട്ടോ. ടീസ്പൂണല്ല, സോറി, 1/4 കപ്പ് ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1/4 കപ്പ് ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിക്കുക കേട്ടോ. പക്ഷെ ബട്ടർ സ്പഞ്ച് ആവില്ല. ബട്ടർ സ്പഞ്ചിന് വ്യത്യാസമുണ്ട്. ബട്ടർ ബീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം. എന്നാലും ഇതിൻ്റെ ഫ്ലേവർ ബട്ടറിലേക്ക് ആക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഓയിൽ ഒഴിച്ചേക്കാണ്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി ഇടാൻ പോണേ കേട്ടോ. കണ്ട നമ്മുടെ മൈദയും ഇതൊക്കെ മിക്സ് ചെയ്തേക്കണതില്ലേ, മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇത്രേശം ഇട്ട് കൊടുക്കാം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം.
കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബാറ്റർ തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർക്കാം കേട്ടോ. അത് 1-2 ടീസ്പൂൺ, അതിൽ കൂടുതൽ കഴിക്കണ്ട, ഇത്ര ആയാൽ മതി. ഇനി ഞാൻ ചെയ്യണത് ഹൈ സ്പീഡിലിടും, അപ്പം തന്നെ ഓഫ് ചെയ്യും. ഇനി നമ്മുടെ ഈ ബീറ്ററിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. എല്ലാവരും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കുക, ടാപ്പ് ചെയ്യാം. ഇങ്ങനെ 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്യോ, ഭയങ്കര സൗണ്ട് ഉണ്ടാവണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും ചെയ്ത് വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് സമയമായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അവനിലേക്ക് വെച്ചിട്ടൊരു ഓരോരുത്തരുടെ അവനിലെ ടൈം വ്യത്യാസം ഉണ്ടാവും. 180 ഡിഗ്രി ആയിരിക്കണം ടെമ്പറേച്ചർ, പക്ഷെ ഒരു 35, ഞാൻ 35 മിനിറ്റൊക്കെ വയ്ക്കും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറക്കും, ഇടയ്ക്കല്ല, ഒരു 30 മിനിറ്റ് കഴിയണ വരെ തുറക്കരുത് കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് തുറന്നൊക്കെ നോക്കും, അതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ദേ അവനിലേക്ക് വെച്ചു, ടൈം വെച്ചു, ഇനി വെയിറ്റ് ചെയ്യാം. കുറേ പേരായി എന്നോട് ഇങ്ങനെ ഈ കേക്കിൻ്റെ വീഡിയോ ചേച്ചി എന്ന് പറഞ്ഞ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കുള്ളൊരു സുവർണ അവസരമാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് പഠിച്ചോട്ടാ. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇത് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഈ ഷുഗർ സിറപ്പ് ശരിക്കും പറഞ്ഞാൽ കോഫിയുടെ സിറപ്പിലാണ് ഇത് സോക്ക് ചെയ്യണം. നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാൻ എടുക്കില്ല. അപ്പം നമുക്ക് ഈ കോഫിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഇതേ നോക്കിയാൽ ഇതാണ് മോക്ക പോട്ട്, അതായത് കോഫി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പോട്ടാണിത്. അതായത് ഇതേ ഫിൽറ്റർ കോഫിയാണിത്. നോക്കിയാൽ അടിയിൽ ഇതേ ഒരു പാത്രം ഉണ്ടാവും, അതിൽ നമ്മളിങ്ങനെ വെള്ളം നിറച്ച് വെക്കുക. മുകളിലൊരു അരിപ്പ പോലത്തെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഫി പൗഡറാണ് ഇടുന്നത്. ഇത് ഫിൽറ്റർ കോഫിയുടെ പൗഡറാണിത്. അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ മോൾ ഭാഗം ഇതിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടിയിൽ നമ്മളുടെ ഗ്യാസിൻ്റെ മുകളിൽ ഇത് വയ്ക്കുക. അപ്പോൾ അടിയിൽ നിന്ന് ഈ വെള്ളം ചൂടായിട്ട് ഈ കോഫി പൗഡറിൻ്റെ മുകളിൽക്കൂടെ ഇതേ ഫിൽറ്റർ ചെയ്ത് വന്ന് ഇതിൽ വന്ന് വീണ് കിടക്കും. അതാണ് കോഫി. മോക്ക കോഫി, മോക്ക പോട്ട്. കണ്ട ഇതിൻ്റെ ഉള്ളിൽ കോഫി അടിയിൽ നിന്ന് മുകളിലേക്ക് വന്നേക്കണം കണ്ട. ഇതാണ് ഈ മോക്കയുടെ ഈ പോട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാ കോഫി ഉണ്ടാക്കണ മാതിരി കോഫി ഉണ്ടാക്കി മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഇതുള്ള കാരണം ഇതിലുണ്ടാക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ നെസ്കഫെ ഇല്ലേ, നെസ്കഫെ ഒരു ചെറിയ സ്പൂണ് നെസ്കഫെ ഇടാം. നല്ല മണവും കോഫിയുടെ കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് എന്നിട്ടാ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് റെഡിയായി. ഇപ്പം നമ്മുടെ കോഫി ഉണ്ട് ഇതിൽ, പിന്നെ നമ്മുടെ നെസ്കഫയുടെ പൗഡർ ഉണ്ട്, പഞ്ചസാരയുണ്ട്. ഇനി ഇതിലേക്ക് കോഫി ലിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കൂടി വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കോഫി ചൂടാറിയ കോഫിയിലേക്ക് ഏതെങ്കിലും ലിക്കർ എടുത്ത് ഒരു സ്പൂൺ ഒഴിക്കുക. സ്പൂൺ മതി കേട്ടോ. ഇപ്പം കോഫി ലിക്കറായി. ഇതാണ് നമ്മുടെ ഷുഗർ സിറപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, പറ്റാവോ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പറ്റൊന്നാവില്ല കേട്ടോ. ഇതാണ് ശരിക്കും ഇതിൻ്റെ
ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഈ സിറപ്പിൻ്റെ. ഞാനിത് തിരാമിസ് കഴിച്ചിട്ടുള്ള കാരണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ ആളുകൾ കുറേ ഇതൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പക്ഷേ ഇത് കറക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ സാധനം ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ മസ്കർപോൺ ചീസ്. ഇവിടെ എല്ലാവരും ക്രീം ചീസൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കണത്. ക്രീം ചീസല്ല ഈ തിരാമിസുവിന് വേണ്ടത് ഇതേ മസ്കർപോൺ ചീസ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. മസ്കർപോൺ ചീസ് അടിപൊളി ടേസ്റ്റ് അതിന്. അങ്ങനെ മസ്കർപോൺ ചീസ് റെഡി. ഇതിപ്പോൾ ചേർത്തേക്കണത് എന്തോരമുണ്ട്? ഇതേ 250 ഗ്രാമാണ് ചേർത്തേക്കണത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് എന്നിട്ടെന്നറിയാം, വിപ്പിംഗ് ക്രീം ഇല്ലേ? വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേ ബീറ്റ് ചെയ്യാം. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് മതിയാവും. ഇനി ഒരു ബൗളിലേക്ക് 2 എഗ് യോക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 30 ഗ്രാമൊക്കെ ആയിട്ട് വരും. 30 ഗ്രാം പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെള്ളം. ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്കാവരുത്, ചെറുതായിട്ട് പാസ്ചറൈസ് ചെയ്യാം. അപ്പോൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 85 ഡിഗ്രി ഒക്കെ മതി, 100 ഡിഗ്രി ആവണ്ട. അതിന് മുമ്പ് ഇതെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ടോ? ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്യാം നമുക്ക്. ഇതുപോലെ ക്രീമി ടെക്സ്ചറാവും, കളറൊക്കെ മാറി കണ്ട. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീമും മസ്കർപോൺ ക്രീമും ചീസിൻ്റെ ക്രീമില്ലേ, അതെല്ലാം കൂടി മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ വാനില സ്പഞ്ച് നോക്കിയാൽ സോഫ്റ്റ് കണ്ട, സോഫ്റ്റാണ്, നല്ല കറക്റ്റ് ടെക്സ്ചറാണ്. ഇത് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്യണ്. ഇത് നോക്ക്, സോഫ്റ്റായിട്ടുള്ള സ്പഞ്ച് കണ്ട. ഇനി നമ്മുടെ കോഫി ലിക്കർ സിറപ്പില്ലേ, അതാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സോക്ക് ചെയ്യാനായിട്ട് ചേർക്കണം. അപ്പോൾ ഈ സ്പഞ്ച് കോഫിയുടെ ഒരു ടേസ്റ്റായിട്ട് മാറും. മറ്റേ ഒറിജിനൽ തിരാമിസൂലാണെങ്കിൽ നമ്മൾ ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് കിട്ടും. അത് ഈ കോഫിയിൽ മുക്കിയിട്ടാണ് വയ്ക്കണം. കോഫിയിൽ മുക്കി, അത് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ലുലുവിലൊക്കെ കിട്ടും, ഓൺലൈനിലായിട്ടും കിട്ടും കേട്ടോ. ഇനിയൊന്നുമില്ല, നമ്മുടെ നമ്മളുടെ 3 ക്രീമുകളും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, കുറച്ച് മതി കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ സാധാരണ കേക്ക് ചെയ്യണ പോലെ അടുത്ത ലെയർ വയ്ക്കുക, കോഫി സിറപ്പ് സ്പ്രെഡ് ചെയ്യുക, പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്യുക, ഏറ്റവും ടോപ്പിൽ കുറച്ച് കൊക്കോ പൗഡർ ഇടാം. അത്രേ ഉള്ളൂ കേട്ടോ. You come in slow like a sugar hush, cream on the tongue and a little crush, lady finger lines in a paper box, dust on your smile like Cocoa Puffs. One little bite
പറയുന്നത്. Tiramisu slice, I'm not alone. Sweet on my lips, sweet on my mind. Tiramisu slice, every time.